നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് ജോഡോ ന്യായ് യാത്ര തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെന്ന്. കേരളത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര വന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് യു പിയിൽ പോകാത്തത്? അവിടെ 1.5 ദിവസം, കേരളത്തിൽ ഏതാണ്ട് 18 ദിവസം അല്ലേ? 18 ദിവസം. ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യം അന്ന് ഭാരത് ജോഡോ യാത്ര അഭിമുഖീകരിച്ചിരുന്നു. സമാനമായ വിധത്തിൽ തന്നെയാണ് അത് കുറച്ചുകൂടി ശക്തിയോടുകൂടി ഉന്നയിക്കേണ്ട ബാധ്യത മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇന്ത്യ മുന്നണിയിലെ ഒരു മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ബംഗാളിൽ ചെന്നിട്ട് അവരുടെ തട്ടകത്തിൽ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നൊരു സ്വാഭാവികമായ ചോദ്യമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. നിങ്ങൾ BJP ശക്തമായ ഇടങ്ങളിൽ പോകാത്തത് എന്താണ്? ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്നത്? അതും ഈ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് ശേഷം പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി ഒന്നിച്ച് നീങ്ങുമെന്നാണ്. ഇവിടെ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് ഒരു ജോഡോ ന്യായ് യാത്ര സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഏതായാലും ഇവർക്കൊന്നും ദഹിച്ചിട്ടില്ല എന്നാണല്ലോ ഇവരുടെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മമത എതിരാളികളോടൊന്നും യാതൊരു കരുണയും കാണിക്കാത്ത ആളാണ്. ഇപ്പം നിതീഷ് കുമാറിനെ വെട്ടണമെന്ന് തീരുമാനിച്ചു, നിതീഷ് കുമാറിനെ കൃത്യമായി വെട്ടി മുന്നോട്ട് പോവുകയാണ് മമതാ ബാനർജി. അവിടെ രാഹുൽ ഗാന്ധിക്കും ഏതാണ്ട് അതേ റോൾ തന്നെയാണ് മമതാ ബാനർജി വെച്ച് നീട്ടിയിരിക്കുന്നത്. മമതാ ബാനർജി ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയോട് ഒരു കരുണയും കാണിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല എന്നുള്ളതാണ്. മമതാ ബാനർജി കടന്നു വന്നിട്ടുള്ള വഴികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മമതാ ബാനർജി അങ്ങനെ കരുണ കാണിച്ച് മുന്നോട്ട് പോയിട്ടുള്ള രാഷ്ട്രീയ നേതാവുമല്ല. മമത CPMൻ്റെ 34 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. ഒരു ഗോഡ് ഫാദറും മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അവരെ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞപ്പോൾ അവർ സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വലിയ നിലയിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടാണ് ബംഗാൾ പിടിച്ചടക്കിയത്. അതുകൊണ്ട് മമതാ ബാനർജിയോടൊന്നും രാഷ്ട്രീയം പറയാനൊന്നും രാഹുൽ ഗാന്ധി അവിടെ ഭാരത് ജോഡോ ന്യായ് യാത്രയായി തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരുന്നത് തന്നെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള അബദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിൻ്റെ അനുരണനങ്ങളാണ് എന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന പൊട്ടലും ചീറ്റലുകളും മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണിച്ച അബദ്ധത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. നോക്കൂ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ കോൺഗ്രസ് വിചാരിച്ചിരുന്നത്? ഞങ്ങൾ വലിയ പാർട്ടിയായിട്ട് മാറും, ഞങ്ങൾക്ക് ഇതിൽ 3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെങ്കിലും കിട്ടും, ആ 3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കാണിച്ച് നമ്മൾ വിലപേശുന്നു, ഉടനെ കുറേയധികം സീറ്റുകൾ മറ്റുള്ളവരെല്ലാം നമുക്ക് നൽകുന്നു എന്നുള്ള. ഇനിയിപ്പോൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭാരത് ജോഡോ ന്യായ് യാത്ര പഴയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പോൾ ആളുകൾ മുഴുവൻ മറ്റ് ഘടകകക്ഷികളെല്ലാം ഞങ്ങളുടെ പിന്നാലെ വന്നു ചേരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏതാണ്ട് തന്നെ ഒരു അൺഈവൺ ഫൈറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ നിലയിലുള്ള തരംഗം BJP സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രാണപ്രതിഷ്ഠ എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി വേറൊരു തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് വളരെ ദുർബലമായിട്ടുള്ള എതിരാളികളെ വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുമല്ലോ. അങ്ങനെ നിസ്സാരമായി കൈകാര്യം ചെയ്യാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറും മമതാ ബാനർജിയും എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ള അതേ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര. നോക്കൂ, എന്ത് പരിഹാസ്യമായ രീതിയിലാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിനോട് അവിടുത്തെ ഭരണാധികാരികൾ പെരുമാറിയിട്ടുള്ളത്. ഇതാ ഇപ്പോൾ ബംഗാളിലെത്തുമ്പോൾ സമാനമായ അതേ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജിയും കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു തരം കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ പാളിച്ചുണ്ടായി എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കോൺഗ്രസ് ഈ ഘട്ടത്തിൽ അതായിരുന്നില്ല ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷേ തൃണമൂലിനെ എതിരെയല്ലല്ലോ സംസാരിക്കുന്നത്. തൃണമൂലിനെതിരെ നിങ്ങൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, എന്താ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ LDF നേതാക്കൾ ആ നിലയിൽ പ്രതികരിക്കാൻ കാരണം വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ചുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടട്ടെ എന്നവർ കരുതില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സംഘടനാ സംവിധാനം തകർന്നിട്ടുള്ള ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ പോകാത്തത്? ഇവിടെ 17 ദിവസം, അവിടെ 1.5 ദിവസം എന്ന രീതിയിലുള്ള കളിയാക്കലുണ്ടായി. സമാനമായ വിധത്തിൽ കോൺഗ്രസ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നാണല്ലോ മമതാ ബാനർജി കരുതുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ
30% ന്യൂനപക്ഷ വോട്ടുകളുള്ള സംസ്ഥാനമാണ്. അത് എൻ ബ്ലോക്കായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ്. അതിൽ 5% വോട്ട് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോയിട്ടുണ്ട്. ആ 5% വോട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പിടിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിനോട് പറയുന്നത്, നിങ്ങൾക്ക് 2 സീറ്റ്, നിങ്ങൾ ജയിച്ച 2 സീറ്റ് തന്നേക്കാം, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അധീർ രഞ്ജൻ ചൗധരി വിളിക്കുന്ന ഭള്ളിന് ഒരു കൈ കണക്കുമില്ല. അപ്പോഴാണ് ഇവിടെ സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് വരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി ചൊടിപ്പിച്ചിരിക്കുന്നത്. Meet the editors.